ഇനി വിദേശ വാർത്തകളിലേക്കാണ്. പശ്ചിമേഷ്യയിലെ ഗസയിൽ പോഷകാഹാരത്തിന് കാത്തുനിന്ന കുഞ്ഞുങ്ങളുൾപ്പെടെ 85 പലസ്തീനികൾ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. എപ്പോഴും ഈ ആഹാരത്തിനായിട്ട് കാത്തുനിൽക്കുന്ന കുട്ടികൾ, അമ്മമാരും ഒക്കെ കൊല്ലപ്പെടുന്ന ഒരു സാധാരണ സംഭവമാണ് ഇപ്പോൾ ഗസയിൽ. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് ജെയിംസ്, ഈ വിദേശ വാർത്തയിൽ നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ കൊല്ലപ്പെടുന്ന വാർത്തകൾ പറഞ്ഞ് കൊല്ലം 1-2 പോയി. എസ്കേൻ, ഒരുപക്ഷെ ഈ ലോകത്തിന് വലിയൊരു ശാപം കിട്ടുന്ന രീതിയിലാണ് ഏതാണ്ട് 20,000-ലേറെ കുട്ടികളാണ് കഴിഞ്ഞ 20 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 21 മാസം തികയുന്നു, ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പലസ്തീനികളാണ്. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഒരു തീവ്രത. സ്വന്തം കുഞ്ഞുങ്ങളുടെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും അമ്മമാരും കുഞ്ഞുങ്ങളും ഈ ഗസയിൽ കൊല്ലപ്പെടുന്നതിൻ്റെ ചിത്രം. ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ തന്നെ 58,000-ഓട് അടുക്കുകയാണ്. അത് കാണാതായവർ 12,000 വേറെ ഉണ്ട്, അവരെ കണ്ടെത്തില്ല. കാരണം മാസങ്ങളായിട്ട് അവർ അവശിഷ്ടങ്ങൾക്കിടയിലാണ്. അപ്പോൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ 10,000-70,000-ഓളം പേര് ഇതിനകം തന്നെ നേരിട്ട് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇസ്രായേലിൽ കയറി ഹമാസ് ആക്രമിച്ചത് ഞാൻ മറക്കുന്നില്ല. ഒക്ടോബർ 7-ന് അവർ ആക്രമിച്ച 1200 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. അതിന് പ്രതികാരമായിട്ടാണ് 21 മാസമായി ഈ ആക്രമണം നടക്കുന്നത്. ഈ മണിക്കൂറുകളിലും ആക്രമണം നടന്നുവെന്ന് മാത്രമല്ല, മധ്യ ഗസയിലെ ഒരു ആശുപത്രിക്ക് സമീപം ഈ പോഷകാഹാരത്തിന് വേണ്ടി, സപ്ലിമെൻ്ററി ഫുഡിന് വേണ്ടി ക്യൂവിൽ നിന്ന കുട്ടികളും അമ്മമാരും, അവർക്ക് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. അതിൽ 9 കുട്ടികളും 4 അമ്മമാരും കൊല്ലപ്പെട്ട് അവരടക്കമാണ് 85 പേർ പല ഭാഗത്തായിട്ട് ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിലും വ്യോമാക്രമണത്തിലും കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കരയിൽ നിന്ന് പട്ടാളവും വെടിവെക്കുന്നു. ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകാതെ വെടിനിർത്തലില്ല എന്നാണ് ഹമാസ് പറയുന്നത്. പക്ഷേ ഹമാസ് കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ ഭരണമൊഴിയാതെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. എന്തായാലും ഈ ബന്ദികളെ വിട്ടുകിട്ടാനായി 60 ദിവസത്തെ വെടിനിർത്തലിന് ഏതാണ്ട് തയ്യാറാവുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ഞങ്ങൾ 60 ദിവസം വെടിനിർത്തിയാലും ഇതുകൊണ്ട് തീർക്കില്ല. ഹമാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാതെ, അല്ലെങ്കിൽ അവർ കീഴടങ്ങാതെ ഈ ആയുധം താഴെ വയ്ക്കില്ല എന്നുള്ള നിലപാടിലാണ്. അതിനിടയിൽ ഗസയിലെ ഈ പാലസ്തീനികളെ പിന്തുണച്ചുകൊണ്ട് അവിടെ ഹൂതികൾ ചെങ്കടലിൽ നടത്തിയ ആക്രമണത്തിൽ 2 കപ്പലുകൾ മുങ്ങിപ്പോയിരുന്നു. അതിൽ രണ്ടാമത്തെ കപ്പൽ ഇറ്റേണിറ്റി എന്ന കപ്പലിലെ 15 പേരെ കാണാതായിരുന്നു. അതിൽ 5 പേരെ കടലിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. 10 പേരെ ഇപ്പോഴും കാണാനില്ല എന്നുള്ള തരത്തിൽ തന്നെ വാർത്തകൾ വരുന്നു. അതിനിടയിൽ എസ്കേൻ, ഒരുപക്ഷെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന മറ്റൊരു വാർത്ത, അവിടുത്തെ ആശുപത്രികളിൽ 500 അത്യാസന്ന നിലയിൽ കഴിയുന്ന രോഗികൾക്ക് ഇന്ധനക്ഷാമം മൂലം ICU പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ മരണത്തോടടുക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. അതിൽ പ്രിമച്വർ ബേബീസ്, ഒരുപക്ഷെ മാസം തികയാതെ ജനിച്ച കുട്ടികളുടെ എണ്ണം 100-ലേറെയാണ്. അവരൊക്കെ ഈ ഇൻക്യുബേറ്ററിലാണ്. ഇൻക്യുബേറ്ററിലേക്ക് ഇന്ധനക്ഷാമം മൂലം വൈദ്യുതി അതുപോലെ തന്നെ ഇത് കൊടുക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് 400-ലേറെ മറ്റു രോഗികൾ, അത്യാസന്ന നിലയിലായ രോഗികളൊക്കെ മരണത്തിൻ്റെ പിടിയിലായ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ട്രംപ് പലതവണ വെടിനിർത്തലിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും വേണ്ട പോലെ വഴങ്ങിയിട്ടില്ല. ഹമാസും പിടിവാശി തുടരുകയാണ്. എസ്കേൻ. ഓക്കെ, വി ജെയിംസ്, മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ 40 ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനെ ആക്രമിച്ചത് റഷ്യ ഉപയോഗിച്ചത് 7,500 ഡ്രോൺ ഉപയോഗിച്ചാണെന്നുള്ള വാർത്തകൾ വരുന്നു. യുക്രൈൻ വല്ലാതെ ഭീതിയിലാണ് എന്നുകൂടി വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? എസ്കേൻ, ഈ ഉക്രൈൻ യുദ്ധം 3.5 വർഷം പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി റഷ്യ അവരുടെ തന്ത്രം മാറ്റിയിരിക്കുകയാണ്, സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു. കാരണം റഷ്യയിൽ ഒരുപാട് ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഇറാൻ്റെ ഷഹേദ് ഡ്രോണുകൾ വെച്ചായിരുന്നു ആക്രമണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോണുകളുടെ എണ്ണം കൂടിയതോടെ ഓരോ ദിവസവും 100 കണക്കിന് ഡ്രോണുകളാണ് അവരെടുത്ത് പ്രയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ജൂൺ മാസത്തിൽ എസ്കേൻ 30 ദിവസം കൊണ്ട് ഏതാണ്ട് 4,500-ലേറെ ഡ്രോണുകൾ പ്രയോഗിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 3000-ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചു. 10 ദിവസത്തിൽ 3000 ഡ്രോൺ എന്ന് പറഞ്ഞാൽ ആവറേജ് 300 ഡ്രോണുകൾ. അത് പല ദിശകളിലേക്ക് വരുന്നു, എവിടേക്ക് വന്ന് വീഴുമെന്നറിയില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലാണ്. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ബങ്കറുകളിലേക്ക് ഓടുന്ന അവസ്ഥയാണ്. പലരും പറയുന്നു ടോയ്ലറ്റിൽ വരെ കയറിയിരുന്ന് ബങ്കറിൽ ഇരുന്നിട്ടാണ് രക്ഷപ്പെടുന്നത്. അത് ഒരു രാത്രി മുഴുവൻ. കാരണം പുറത്ത് വന്നാൽ ഡ്രോണുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എവിടെയാണ് വന്ന് വീഴുന്നതെന്ന് അറിയില്ല. വീണാൽ ആ കെട്ടിടം തകരുന്നു. ആ തരത്തിൽ റഷ്യ കൂടുതൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എസ്കേൻ, പുതിയ തരത്തിൽ ഉള്ള ഡ്രോണുകൾ വരുന്നത് ഇനി 1000 വീതം ഓരോ ദിവസവും
ഉക്രൈനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ ആക്രമണം എന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോൺ ആക്രമണം ആധുനിക യുദ്ധത്തിൽ ഒരു വലിയ മുറയായിട്ട് മാറിയിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഇതിലും ഇസ്രായേൽ ഡ്രോണുകൾ ഇന്ത്യ അതിശക്തമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ത്യക്ക് ഒരുപക്ഷെ വിജയം നേടിത്തരുന്നതിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെ പേടിപ്പിക്കുന്നതിൽ ഈ ഡ്രോണുകൾ പ്രധാന പങ്ക് വഹിച്ചതാണ്. എന്തായാലും SKN ഇത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തണമെന്ന് പറയുക മാത്രമല്ല പുടിനെ കുറ്റപ്പെടുത്തിയതിന് പിന്നാലെയാണ് പുടിൻ 728 ഡ്രോണുകളാണ് ഇന്നലെ പ്രയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ആ തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ വേറെ. എന്തായാലും ബ്രിട്ടൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. SKN ഉക്രൈന് 5000-ഓളം മിസൈൽ വേധക സംവിധാനങ്ങൾ നൽകാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോട് അടിയന്തരമായിട്ട് ഈ മിസൈൽ വേധക സംവിധാനങ്ങൾ നൽകണമെന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു വി ജെയിംസ്.